അപ്പോൾ വെൽക്കം ബാക്ക് ടു നമ്മൾ ബാംഗ്ലൂർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാട്ടോ ഇത്. നമ്മൾ അന്ന് തന്നെയാണ് ഫ്ലൈറ്റ് ഇറങ്ങി അന്ന് നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ. നമ്മൾ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് ക്ഷീണത്തിലാട്ടോ. നമ്മൾ ടോപ്പ് ലെവലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് നിന്നൊക്കെ ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ടോ. അപ്പോൾ നമ്മൾ താഴെ എത്തി നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ പോവുകയാണ്. ഇതൊക്കെ കേട്ടോ നമ്മളെ ഫ്രണ്ട്സുകൾ ബാക്ക് സൈഡിൽ നിന്നാണ് കാണിച്ചിരുന്നത്. ആകാശുണ്ട്, രണ്ട് അർജുനുണ്ട്, അതേപോലെ നമ്മുടെ അപ്പോൾ നിശാന്തും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ടാറ്റ്ലക്സി ടീംസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നിശാന്തും ആകാശും അതേപോലെ ഒരു അർജുനും ടാറ്റ്ലക്സിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ടാറ്റ്ലക്സ് കോഴിക്കോടുള്ള ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മാനവൻ മാത്രമേ ഇപ്പം ടാറ്റ്ലക്സിയിൽ ഇപ്പം കറൻ്റ് കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് കേട്ടോ ചായ കുടിച്ചത് മലയാളീസിൻ്റെ കട തന്നെ കേട്ടോ. ഇവിടെ അധികം ചായയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മലയാളീസും അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡുള്ള ആൾക്കാർ തന്നെ കേട്ടോ. മെയിൻലി മലബാറിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം അടിപൊളി പ്ലേസാണ്. അത്യാവശ്യം ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വെള്ളം യൂസ് ചെയ്തിട്ടല്ല, ഫുൾ പാലിൽ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കടുപ്പത്തിലൊരു ചായ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തണുപ്പത്ത് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങോട്ട് നോക്കുമായിരുന്നു. നല്ല വൈബാണ്. ചെക്കന്മാരെ കൂടെ പോയിട്ട് കഴിക്കാനും ഈ സൊറ പറഞ്ഞിരിക്കാനൊക്കെ നല്ല രസമാട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആകാശും കൂടി നേരെ ഒന്ന് ബാംഗ്ലൂർ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. ചെറിയ കാര്യങ്ങൾ, ആകാശം ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബസ് വരുന്നുണ്ട്, ബസ്സിൽ കയറി പോകാട്ടോ. ഇവിടെ ഉള്ള ലാഭം എന്താ വെച്ചാൽ ഇങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കാര്യം കേട്ടോ. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. പിന്നെ AC ബസ്സും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളും ഇല്ലാതെ പോവാം. ഒരുപാട് ലാഭങ്ങളുണ്ട്. ഒരുപാട് മീൻസ് സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബസ് വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ കയറി പോകാൻ അത്ര ആൾക്കാരുണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ലാഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിമ്പിളാണ്. ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ജസ്റ്റ് അവിടെ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പേയ്മെൻറ്റ് ചെയ്യുക, എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ പേരും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എങ്ങനെ മെട്രോ ടിക്കറ്റ് എടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ പരിപാടിയാണ്. വാട്സപ്പ് ത്രൂ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതേപോലെ കാർഡും കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ബസ് ഇറങ്ങി നേരെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്സപ്പ് ത്രൂ ടിക്കറ്റ് ബുക്കിംഗ് പരിപാടി കേട്ടോ. നമ്മുടെ മെട്രോ ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം. അതാകുമ്പോൾ തിരക്കിൽ തിക്കണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. അപ്പം മൊബൈൽ കുറച്ചിങ്ങനെ താഴേക്കായി പോയിട്ടോ. ആ ലിങ്കും കാര്യങ്ങളും പറ്റുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊന്നുമില്ല, നമ്മൾ ബൈ ടിക്കറ്റ് അടിക്കുക, അതേപോലെ നിങ്ങൾക്ക് ആ ഡെസ്റ്റിനേഷനും സോഴ്സും എവിടെ നിന്നാണോ നിങ്ങൾ കയറുന്നത്, അതേപോലെ എവിടേക്കാണോ ഇറങ്ങേണ്ടത് എന്നുള്ളത് ആ രണ്ട് കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എത്ര പാസഞ്ചേഴ്സ് ആണുള്ളതെന്നും സെലക്ട് ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഗൂഗിൾ പേ വഴിയാണ് എടുക്കുക. നമുക്കൊരു QR കോഡും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതവിടെ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി. സ്കാൻ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈൽറ്റൊക്കെ ചെയ്തേണ്ടി വരും. ചിലപ്പോൾ ആ കറക്റ്റ് റീഡ് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ആ പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റ് ആവും കേട്ടോ. ആ പേയ്മെൻറ്റും കാര്യങ്ങളും ലിങ്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് പേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേ ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റേ ആപ്പ് വഴി ത്രൂ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടല്ലേ, അതിൽ പോപ്പ് വരും. ഞാൻ ഗൂഗിൾ പേ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും കിട്ടും കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു കൊച്ചി മെട്രോയിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉള്ളത്. ഇല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. കാരണം വാട്സപ്പ് യൂസ് ചെയ്യാത്ത മലയാളീസോ അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ എന്ന് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം ഇപ്പോൾ വാട്സപ്പ് ത്രൂ ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ മെട്രോന് കാത്തു നിന്നു. വന്നപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ ചാടി കയറി കേട്ടോ. പിന്നെ അവിടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കാനിങ്ങും പരിപാടിയൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ആ സാധനം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് പിന്നെ ബാംഗ്ലൂർ മെട്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഒരുപാട് ലൈനും കാര്യങ്ങളുണ്ട്. എനിക്ക് കൂടുതൽ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് കഷ്ടപ്പെടുന്നില്ല. നമ്മൾ കുന്തനഹള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ബ്രൂഫീൽഡിൻ്റെ അടുത്താണ്. വൈറ്റ് ഫീൽഡ് ബ്രൂഫീൽഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അവിടുന്ന് സിങ്കയ പാളയാമോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ പോയത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതന്നെ ഞാൻ ആകാശം ചോദിച്ചിട്ടാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം അവിടേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫിനിക്സ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള മാളിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാളാണ്. ഇപ്പോഴും ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മാള് കാണാൻ. ഇത് ജാൻ ആയതുകൊണ്ടാണ് അവർ ഇപ്പോഴും കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. ജാൻ മിഡ് ഏകദേശം 17 ആ റേഞ്ചിലെന്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എടുത്ത് ഒഴിവാക്കാത്തത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാളിൽ തിരക്കുള്ളത് ലുലു മാളിൽ ഓഫർ നടക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ. പക്ഷേ ഇതൊരു റാൻഡം ഡേയിൽ ഇങ്ങനെ തിരക്കുണ്ടാവുക എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലൈവ്ലിയാണ്. ആകാശമൊക്കെ എപ്പോഴും പറയാറുണ്ട്, വൈശാഖ് വാ, ബാംഗ്ലൂർക്ക് വാ, ഇവിടെ ഫുൾ ലൈവാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല. അപ്പം
പിന്നെ അതങ്ങനെ തന്നെയാണല്ലോ. മാളിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയില്ല കേട്ടോ. അപ്പോൾ ആകാശ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതിലാണ് ഏറ്റവും ചെറിയ കവറുണ്ടായിരുന്നത്. ആൾക്കാരുകളൊക്കെ കണക്ക് കണ്ടെയ്നർ കണക്കിനാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. പൈസയ്ക്കൊന്നും അത്ര കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് അതന്നെ അവിടുന്ന് മെട്രോ കയറിയിട്ട് നമ്മളെ റൂമിലേക്ക് പോവാം കേട്ടോ. അതിന് മുന്നേ ഫുഡും കൂടി കഴിക്കണം. നമ്മൾ വിശന്ന് കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഷേക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ എത്തിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി കേട്ടോ. വേറെ ഒന്നും നോക്കിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നമ്മളെ ആഹാര ഭവനിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം അന്ന് ആഹാര ഭവനിൽ ഇന്നാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത്. ഈ സമയത്തായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. രാത്രിത്തെ ഫുഡായിരുന്നു. ഈ രാത്രി തന്നെ ഇത്ര തിരക്കുണ്ടെന്നോ 9:30 10 മണി ആ റേഞ്ചിലായിരുന്നു സമയം ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാനും അതേപോലെ ചില്ലി ഗോപിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗോപി മഞ്ചൂരിയനാണോ ഞാൻ പറഞ്ഞതെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ചില്ലിയാണ് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നൈസ് സാധനമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വെജാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തന്നെ. വെജ് ആകാശം കൊണ്ടുപോയപ്പോൾ എനിക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു. വെജ് എന്തിനാണ് കഴിക്കുന്നതെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വെജ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വെജാണ് ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയുക, നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് വെജാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് വെജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഡേയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട്. പിന്നെ നേരെ നമ്മൾ റൂമിൽ പോയിട്ട് ഉറങ്ങാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ ഉണ്ടായിരുന്നത്. ആഹാര ഭവൻ എന്നാണ് പേരുണ്ടായിരുന്നത്. ബ്രൂഫീൽഡിലാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമ്മൾ കബൺ പാർക്കിൽ പോകുന്ന വീഡിയോസ് കാണിക്കാം കേട്ടോ. കബൺ പാർക്കിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മൾ ലൈക്ക് അപ്ലോഡ് ചെയ്തിട്ടോ. പിറ്റേന്ന് സൺഡേ പോയതാണ്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെറിയ വീഡിയോസാണ്. ചെറിയ ചെറിയ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. ഇനി അടുത്ത ട്രിപ്പിന് നന്നായിട്ട് ഉഷാറായിട്ട് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റായി പോവുകയും ചെയ്തു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്നും കൂടി അടുത്ത കാണുന്നവരെ ബൈ.